നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പരസ്യ പ്രചരണം അവസാന ആഴ്ചയിലേക്ക് കടന്നിരിക്കുകയാണ്. ഇനി വെറും 6 ദിവസങ്ങൾ മാത്രമാണ് പരസ്യ പ്രചരണത്തിന് ഉള്ളത്. ഏപ്രിൽ 9-ാം തീയതി കേരള ജനത പോളിംഗ് ബൂത്തിലേക്ക് പോയി തങ്ങളുടെ വിധി കുറിക്കാൻ പോവുകയാണ്. വരുന്ന തെരഞ്ഞെടുപ്പിൽ UDF-നെ വിജയത്തിലെത്തിക്കുക എന്ന ഒരു ദൃഢനിശ്ചയത്തോടു കൂടിയാണ് വോട്ടർമാർ ഇത്തവണ പോളിംഗ് ബൂത്തിലേക്ക് എത്തുക എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. എന്തായാലും UDF ഈ പ്രചരണം അവസാന ലാപ്പിലേക്ക് അടുക്കുമ്പോൾ ബഹുദൂരം മുന്നിട്ട് പോകുന്ന ഒരു കാഴ്ചയാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. ഇന്നിപ്പോൾ UDF തങ്ങളുടെ പ്രകടന പത്രിക പുറത്തിറക്കിയിരിക്കുകയാണ്. മുൻപ് നേരത്തെ തന്നെ പ്രതിപക്ഷ നേതാവ് VD സതീശന്റെ പുതിയ യാത്രയുടെ സമാപന സമ്മേളനത്തിൽ രാഹുൽ ഗാന്ധി 5 ഗ്യാരണ്ടികൾ, ഇന്ദിരാ ഗ്യാരണ്ടികൾ പ്രഖ്യാപിച്ചിരുന്നു. ആ ഗ്യാരണ്ടികളെല്ലാം തന്നെ ഈ പ്രകടന പത്രികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഒപ്പം തന്നെ കൂടുതൽ മേഖലകളെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഓരോ മേഖലയ്ക്കും എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യാൻ പോകുന്നത്, തങ്ങൾ എന്തൊക്കെയാണ് മുന്നോട്ട് വയ്ക്കുന്നത്, തങ്ങളുടെ നിലപാടുകൾ എന്തൊക്കെയാണ്, ഓരോ വിഭാഗങ്ങളോടും ഉള്ളത്, ഓരോ വിഷയങ്ങളെയും എങ്ങനെയാണ് തങ്ങൾ സമീപിക്കുക, ഓരോ പ്രശ്നങ്ങളെയും എങ്ങനെയാണ് തങ്ങൾ പരിഹരിക്കുക എന്നതൊക്കെ തന്നെ മുന്നോട്ട് വെച്ചുകൊണ്ടുള്ള വളരെ സമഗ്രമായിട്ടുള്ള സമസ്ത മേഖലയിലെ സ്പർശിക്കുന്ന സമഗ്രമായിട്ടുള്ള ഒരു പ്രകടന പത്രിക ഇപ്പോൾ UDF പുറത്തിറക്കിയിരിക്കുകയാണ്. കൊച്ചിയിൽ നടന്ന ചടങ്ങിൽ തെലങ്കാന മുഖ്യമന്ത്രി കൂടിയായിട്ടുള്ള രേവന്ത് റെഡ്ഡിയാണ് പ്രകടന പത്രിക പ്രകാശനം ചെയ്തത്. പ്രതിപക്ഷ നേതാവ് VD സതീശന്, ഒപ്പം തന്നെ ഈ പ്രകടന പത്രിക തയ്യാറാക്കുന്ന കമ്മിറ്റിയുടെ ചെയർമാനായിരുന്ന ബെന്നി ബെഹനാൻ, ഒപ്പം UDF-ന്റെ എല്ലാ കക്ഷികളുടെയും നേതാക്കളും പങ്കെടുത്ത വളരെ വിശാലമായിട്ടുള്ള ഒരു ചടങ്ങിൽ വെച്ചാണ് രാവിലെ ഈ പ്രകടന പത്രിക പുറത്തിറക്കിയത്. എന്തായാലും ആ പ്രകടന പത്രികയിൽ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ആ ഗ്യാരണ്ടികൾ 6 ഗ്യാരണ്ടികൾ അത് ഉൾപ്പെട്ടിട്ടുണ്ട്. അതിലൊന്ന് എന്ന് പ്രധാനപ്പെട്ട ഗ്യാരണ്ടി എന്ന് പറയുന്നത് KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൗജന്യ യാത്ര എന്നുള്ളതാണ്. ഒപ്പം തന്നെ കോളേജ് വിദ്യാർത്ഥിനികൾക്ക് 1000 രൂപ പ്രതിമാസം നൽകുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ എല്ലാ വീടുകൾക്കും മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടിയുടെ പേരിലുള്ള ആരോഗ്യ സുരക്ഷാ പദ്ധതി 25 ലക്ഷം രൂപയുടെ ആരോഗ്യ ഇൻഷുറൻസ് വാഗ്ദാനം ചെയ്യുന്നുണ്ട്. സാമൂഹ്യ ക്ഷേമ പെൻഷനുകൾ നിലവിൽ 2000 അത് 3000-ലേക്ക് വർദ്ധിപ്പിക്കുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ വയോജനങ്ങൾക്ക് വേണ്ടിയിട്ട് പ്രത്യേകമായിട്ട് ഒരു വകുപ്പ് രൂപീകരിക്കും എന്നുമാണ് ഈ ഇന്ദിരാ ഗ്യാരണ്ടിയിൽ പറയുന്നത്. അതെല്ലാം തന്നെ ഈ പ്രകടന പത്രികയിലും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. കൂടാതെ മറ്റു മേഖലകളിലും എന്തൊക്കെയാണ് ചെയ്യാൻ പോകുന്നത് എന്ന് പറഞ്ഞുകൊണ്ടാണ് പ്രകടന പത്രിക തയ്യാറാക്കിയിരിക്കുന്നത്. പാർശ്വവൽക്കരിക്കപ്പെട്ടവരെയും അധസ്ഥിതരായവരെയും ഒപ്പം തന്നെ നിരാലംബരായ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന, എല്ലാവരിലേക്കും എത്തിച്ചേരുന്ന രീതിയിലുള്ള വികസനങ്ങൾ നടപ്പിലാക്കുന്നത് ആണ് ഈ UDF ലക്ഷ്യമിടുന്നത്. അതിനു വേണ്ടിയുള്ള ഒരു ബ്ലൂ പ്രിന്റ് ആണ് ഇപ്പോൾ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. എല്ലാ ആളുകൾക്കും ഒരു സർക്കാരിനെ കൊണ്ടുള്ള ഗുണങ്ങൾ ലഭ്യമാക്കണം. അതിന് അനുസൃതമായിട്ടുള്ള വാഗ്ദാനങ്ങളാണ് ഇപ്പോൾ UDF തങ്ങളുടെ പ്രകടന പത്രികയിലൂടെ മുന്നോട്ട് വെച്ചിരിക്കുന്നത്. വോട്ടർമാരെ ആകർഷിക്കാവുന്ന തരത്തിലുള്ള സമസ്ത മേഖലയിലും ഉള്ളവരെയും ആകർഷിക്കാവുന്ന തരത്തിലുള്ള വമ്പൻ പ്രഖ്യാപനങ്ങളുമായിട്ടാണ് UDF-ന്റെ പ്രകടന പത്രിക ഇപ്പോൾ പുറത്തു വന്നിരിക്കുന്നത്. അതിന്റെ തുടക്കത്തിൽ തന്നെ UDF-ന്റെ ഒരു സ്വപ്ന പദ്ധതി എന്നുള്ള നിലയിൽ 5 പദ്ധതികൾ പ്രഖ്യാപിക്കുന്നുണ്ട്. അത് ഇപ്രകാരമാണ്. ഒന്നാമത്തത് മിഷൻ സമുദ്രയാണ്. പിന്നീട് വ്യോമയാന വികസനവും MSME സംരംഭങ്ങളും പറയുന്നുണ്ട്. ഒപ്പം തന്നെ ജോബ് വാച്ച് ടവർ രൂപീകരിക്കും. കൂടാതെ വയനാട് ട്രൈബൽ യൂണിവേഴ്സിറ്റി എന്നിങ്ങനെ 5 സ്വപ്ന പദ്ധതികൾ ആദ്യം തന്നെ UDF പ്രഖ്യാപിക്കുകയാണ്. തങ്ങൾ അധികാരത്തിലെത്തിയാൽ നടപ്പിലാക്കാൻ പോകുന്ന സ്വപ്ന പദ്ധതികൾ എന്ന നിലയിൽ 5 കാര്യങ്ങൾ UDF ഈ പ്രകടന പത്രികയിൽ ആദ്യം തന്നെ പറയുന്നുണ്ട്. അതിനുശേഷം വളരെ വിശാലമായിട്ടുള്ള പ്രകടന പത്രികയിലെ വാഗ്ദാനങ്ങൾ അല്ലെങ്കിൽ നടപ്പിലാക്കാൻ പോകുന്ന പദ്ധതികൾ എന്തൊക്കെയാണ് എന്ന് പറയുകയാണ്. അതിൽ വളരെ പ്രധാനമായിട്ടുള്ള കാര്യങ്ങൾ: സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഔദാര്യത്തിന് പകരം അവകാശമാക്കും. അർഹരായവർക്ക് പെൻഷൻ ഉറപ്പാക്കാൻ നിയമം. ക്ഷേമ പെൻഷൻ 3000 രൂപയാക്കും. നമുക്കറിയാം, ഇടക്കാലത്ത് ഈ പറയുന്ന പോലെ ക്ഷേമ പെൻഷൻ കൊടുക്കുന്നതിന് കാലതാമസം വന്നപ്പോൾ അത് സർക്കാരിൻ്റെ ഒരു ഔദാര്യമാണ്, അവകാശമല്ല എന്നൊക്കെ തരത്തിൽ CPM-ന്റെയും പ്രമുഖരായിട്ടുള്ള നേതാക്കളെല്ലാം തന്നെ പറയുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ UDF പറയുന്നത് അത് വെറും ഔദാര്യമല്ല, അത് ഈ പറയുന്ന പോലെ ആളുകളുടെ അവകാശമാക്കി മാറ്റും എന്നാണ് UDF ഇപ്പോൾ മുന്നോട്ട് വയ്ക്കുന്ന ഒരു വാഗ്ദാനം. ഒപ്പം തന്നെ ഏറ്റവും ദാരിദ്ര്യം അനുഭവിക്കുന്നവരെ കണ്ടെത്തി ആശ്രയ പദ്ധതിയുടെ 2ാം ഘട്ടമായ നവ ആശ്രയ ആരംഭിക്കും. മുൻപ് 2004-ൽ ഉമ്മൻചാണ്ടി മുഖ്യമന്ത്രിയായിരുന്ന കാലഘട്ടത്തിലാണ് ആശ്രയ പദ്ധതിക്ക് തുടക്കം കുറിച്ചത്. അതിൻ്റെ 2ാം പതിപ്പ് നവ ആശ്രയ ആരംഭിക്കുമെന്ന് ഇതിൽ പറയുന്നുണ്ട്. വിശപ്പുരഹിത കേരളം ഉറപ്പാക്കാൻ ഇന്ദിരാ ക്യാൻറ്റീൻ. പ്രത്യേക സാഹചര്യങ്ങളിലും പ്രത്യേക മേഖലകളിലും അർഹരായ ജനവിഭാഗങ്ങൾക്ക് സൗജന്യ റേഷൻ. നമുക്കറിയാം, കൊച്ചിയിലെ അടുത്തിടയ്ക്കാണ് ഇന്ദിരാ ക്യാൻറ്റീൻ ആരംഭിച്ചത്. 3 നേരവുമായിട്ട് 50 രൂപയ്ക്ക് 3 നേരത്തെ ഭക്ഷണം നൽകുക എന്നതാണ് ഉദ്ദേശിക്കുന്നത്. സംസ്ഥാന വ്യാപകമായി നടപ്പിലാക്കുക എന്നതാണ് മറ്റൊരു പ്രഖ്യാപനമായിട്ടുള്ളത്. കൂടാതെ
ട്രാൻസ്ജെൻഡർ വിഭാഗത്തോടുള്ള അവഗണന അവസാനിപ്പിക്കാൻ നടപടി ഉണ്ടാകും. പ്രത്യേക വികസന പാക്കേജ് ഇതിനകത്ത് പറയുന്നുണ്ട്. അർഹമായ സ്പെഷ്യൽ സ്കൂളുകൾക്ക് എയ്ഡഡ് പദവി നൽകും എന്ന ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. മത്സ്യബന്ധന ബോട്ടുകൾ, KSRTC, ഓട്ടോറിക്ഷ ഉടമസ്ഥർ ഓടിക്കുന്ന ടാക്സികൾ എന്നിവയ്ക്ക് സംസ്ഥാന നികുതിയിൽ നിന്നും ഇന്ധന സബ്സിഡി വാഗ്ദാനം ചെയ്യുന്നുണ്ട്. ആശാ വർക്കർമാരുടെ ദിവസവേതനം കുറഞ്ഞത് 700 രൂപയാക്കും. അംഗനവാടി തൊഴിലാളികൾ, ആശ, സ്കൂൾ പാചക തൊഴിലാളികൾ അടക്കമുള്ള സ്കീം തൊഴിലാളികളുടെ വേതനം പരിഷ്കരിക്കും. ആനുകൂല്യങ്ങൾ ലഭ്യമാക്കാൻ നടപടി സ്വീകരിക്കും. വളരെ സുപ്രധാനമായിട്ടുള്ള ഒരു വാഗ്ദാനമാണ് അതിൽ പറയുന്നത്. കാരണം നമുക്കറിയാം, കഴിഞ്ഞ LDF സർക്കാരിന്റെ അവസാന കാലഘട്ടത്തിൽ ഏതാണ്ട് 1 വർഷത്തിലധികമായിട്ട് ആശാ വർക്കർമാർ സമരത്തിലായിരുന്നു. അവരുടെ വേതനം കൂട്ടണമെന്ന് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അപ്പോൾ പ്രതിമാസ വേതനം അവരുടെ 700 രൂപയ്ക്ക് വർദ്ധിപ്പിക്കുമെന്ന് ഈ പ്രകടന പത്രികയിൽ UDF വാഗ്ദാനം നൽകുന്നുണ്ട്. സംസ്ഥാനത്ത് BPL കുടുംബങ്ങളിലെ രോഗികൾക്കുള്ള ഡയാലിസിസ് സൗജന്യമാക്കും. അർഹരായ കുട്ടികൾക്ക് ഇന്ത്യയിലും വിദേശത്തും പഠനത്തിന് KR നാരായണൻ ലോൺ സ്കോളർഷിപ്പ് എന്നിവ നടപ്പിലാക്കും. ക്ഷേമനിധി ബോർഡുകളുടെ പ്രവർത്തനം കാര്യക്ഷമമാക്കാനും കുടിശ്ശികകൾ സമയബന്ധിതമായി നൽകാനും നടപടി സ്വീകരിക്കുമെന്ന് പറയുന്നുണ്ട്. ഒപ്പം തന്നെ ആശുപത്രികൾ, സർക്കാർ ആശുപത്രികൾ എടുത്തുന്ന രോഗികൾക്ക് പല സമയത്ത് നമ്മൾ കേട്ടതാണ്, ഈ സർക്കാർ ആശുപത്രികളിൽ ചികിത്സയ്ക്ക് എത്തുന്നവരൊക്കെ തന്നെ, രോഗികളൊക്കെ തന്നെ തറയിൽ കിടക്കുന്ന ഒരു കാഴ്ച നമ്മൾ കണ്ടതാണ്. അപ്പോൾ അത്തരത്തിലുള്ള സാഹചര്യങ്ങൾ ഒഴിവാക്കാനായിട്ട് സർക്കാർ ആശുപത്രിയിൽ എത്തുന്ന രോഗികൾക്ക് കിടക്ക അത് അവരുടെ അവകാശമാക്കി മാറ്റുന്ന ഒരു തീരുമാനമുണ്ടാകും. ബെഡ് അവരുടെ അവകാശമാക്കും. അതിനുള്ള നടപടികൾ സ്വീകരിക്കുമെന്ന് ഈ പറയുന്ന പോലെ ഈ പ്രകടന പത്രികയിൽ പറയുന്നുണ്ട്. ആദിവാസി മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായിട്ട് ട്രൈബൽ ഹെൽത്ത് ക്ലസ്റ്ററുകൾ രൂപീകരിക്കും. സർക്കാർ ആശുപത്രികളിൽ വയോജനങ്ങൾക്കും ഔഷധിയുള്ളവർക്കും മികച്ച സേവനം ലഭ്യമാക്കാൻ കർമ്മസേനയെ രൂപീകരിക്കുമെന്ന് പറയുന്നുണ്ട്. ഓരോ വീട്ടിലും ഓരോ ജീവൻ രക്ഷാ ഉപകരണങ്ങൾ. ഒപ്പം തന്നെ തീരദേശ മേഖലയിലെ ജനങ്ങളുടെ ആരോഗ്യ പരിപാലനത്തിനായി പ്രത്യേക കോസ്റ്റൽ കെയർ യൂണിറ്റുകൾ ഒക്കെ തന്നെ ഈ പറയുന്ന പോലെ പ്രകടന പത്രികയിൽ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. സ്ത്രീധന പീഡനങ്ങൾ തടയാൻ അവൾക്കൊപ്പം എന്ന് പറയുന്ന പദ്ധതി, നിരവധിയായിട്ടുള്ള സ്ത്രീധന പീഡനങ്ങളും അതിനെ തുടർന്നുള്ള ആത്മഹത്യകളും മരണങ്ങളും ഒക്കെ നമ്മൾ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതിനൊക്കെ അറുതി വരുത്തുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് അത്തരമൊരു പദ്ധതി തുടങ്ങുന്നത്. 5 വർഷം കൊണ്ട് 5 ലക്ഷം പേർക്ക് വീട് നൽകും. ഭവന പദ്ധതികളുടെ തുക വർദ്ധിപ്പിക്കും. SC/ST വിഭാഗങ്ങൾക്കും മത്സ്യത്തൊഴിലാളികൾക്കും പ്രത്യേക ഭവന പദ്ധതികൾ നടപ്പിലാക്കും എന്ന് ഇതിനകത്ത് പറയുന്നുണ്ട്. ഒപ്പം തന്നെ പ്രത്യേക കാർഷിക ബജറ്റ് അവതരിപ്പിച്ച് നടപ്പിലാക്കും. റബ്ബറിന് താങ്ങുവില 300 രൂപയ്ക്ക് വർദ്ധിപ്പിക്കും. ഒപ്പം തന്നെ നെല്ലിന്റെ സംഭരണ വില അത് 35 രൂപയിലേക്ക് ഉയർത്തും എന്നത് പറയുന്നുണ്ട്. സ്ത്രീകൾക്ക് ജോലി സ്ഥലങ്ങളിൽ തുല്യവേതനം നടപ്പിലാക്കാൻ നടപടി സ്വീകരിക്കും. സ്ത്രീകൾക്കെതിരെയുള്ള ഗാർഹിക കുറ്റകൃത്യങ്ങൾ തടയാൻ നടപടി സ്വീകരിക്കും. അത്തരത്തിൽ സ്ത്രീ സുരക്ഷ വളരെ പ്രധാനപ്പെട്ട ഒരു ഐറ്റമായിട്ട് ഈ പറയുന്ന ഈ പ്രകടന പത്രികയിൽ UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. കൂടാതെ എല്ലാ മേഖലകളിലെയും ഒരു സമഗ്രമായിട്ടുള്ള ഒരു വികസനം, അതാണ് ഈ പറയുന്ന ഈ പ്രകടന പത്രിക പൂർണ്ണമായിട്ടും വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കടലിന്റെ അവകാശം കടലിന്റെ മക്കൾക്ക് ഉറപ്പുവരുത്തുന്ന നടപടികൾ സ്വീകരിക്കും. മത്സ്യബന്ധന അവകാശം മത്സ്യത്തൊഴിലാളികൾക്കായി നിജപ്പെടുത്തും. പട്ടികജാതി പട്ടികവർഗ വിഭാഗങ്ങൾക്ക് നൽകി വരുന്ന SC/ST TSP മാതൃകയിൽ ഫിഷറീസ് സബ് പ്ലാൻ നടപ്പിലാക്കും. മത്സ്യത്തൊഴിലാളികൾക്ക് ഡീസൽ പെട്രോൾ സബ്സിഡി ലഭ്യമാക്കും. മണ്ണെണ്ണ സബ്സിഡിയിൽ വർദ്ധിപ്പിക്കാൻ നടപടി സ്വീകരിക്കും. അങ്ങനെ ഒരു പിടി വാഗ്ദാനങ്ങളാണ് ഈ പ്രകടന പത്രികയിൽ UDF ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അത് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളെയും ആകർഷിക്കുന്നതാണ്. എല്ലാ വിഭാഗം ജനങ്ങൾക്കും സ്വീകാര്യമാകുന്ന തരത്തിൽ സർവതല സ്പർശിയായിട്ടുള്ള ഒരു ഭരണം അല്ലെങ്കിൽ ഒരു വികസനം നടപ്പിലാക്കേണ്ടതിൻ്റെ ആവശ്യകത മനസ്സിലാക്കിക്കൊണ്ട് അതിന് ഉതകുന്ന തരത്തിലുള്ള വളരെ മികച്ച രീതിയിലുള്ള പ്രഖ്യാപനങ്ങളോട് കൂടിയ സമഗ്രമായിട്ടുള്ള ഒരു പ്രകടന പത്രികയാണ് ഇപ്പോൾ UDF പുറത്തിറക്കിയിരിക്കുന്നത്.